ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പോൾ നമ്മുടെ കേട്ടറ്റ് HSA പോലുള്ള ടീച്ചിങ് എക്സാംസിന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ടൂൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഫോർ ഡാറ്റ കളക്ഷൻ അല്ലേ. വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠനത്തിൻ്റെ ഉപകരണങ്ങൾ, തന്ത്രങ്ങൾ, രീതികൾ. നിങ്ങൾ ഏതൊരു കേട്ടറ്റ് എക്സാമിൻ്റെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ LP UP ആയിക്കോട്ടെ, HSA ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ PYQ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ പറ്റും. അതിൽ തന്നെ കേട്ടറ്റ് എക്സാമിന് ഏകദേശം ഒരു 3-4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ടൂൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഫോർ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ടെക്നിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഉപകരണങ്ങൾ, ഏതൊക്കെയാണ് തന്ത്രങ്ങൾ, ഏതൊക്കെ പഠന രീതിയിൽ കൂടെയാണ് നമ്മൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഉഷാറാണ്, സെറ്റാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഉപകരണങ്ങളാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠനത്തിൻ്റെ ഉപകരണങ്ങൾ. നമ്മൾ പറഞ്ഞു ഉപകരണങ്ങളുണ്ട്, അതുപോലെ തന്നെ തന്ത്രങ്ങളുണ്ട്, രീതികളുണ്ട്. ചില സമയത്ത് കുറേ പേരുകൾ തരും. എന്നിട്ട് അതിൽ നിന്നും ചിലപ്പോൾ കൂട്ടത്തിൽ പെടാത്തതേത്, കൂട്ടത്തിൽ പെടുന്നതേത്, അതല്ലെങ്കിൽ ടൂൾസ് ഏതൊക്കെയാണ്, ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഉപയോഗിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ള കുറച്ച് തന്ത്രങ്ങളും ടെക്നിക്സും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഉപകരണങ്ങളാണ്, ടൂൾസ് ആണ്. എന്താണ് ഈ ഉപകരണം എന്ന് പറയുന്നത്? ടൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതിഭാസത്തിൻ്റെയോ പ്രശ്നത്തിൻ്റെയോ പഠനത്തിന് ആവശ്യമായ വിവരങ്ങളോ ദത്തങ്ങളോ ശേഖരിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്നും നമുക്ക് ചില കാര്യങ്ങൾ അറിയണം അല്ലേ. ഇപ്പം നമ്മളൊരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുറേ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അവരിൽ ശരിയായ രീതിയിൽ എത്തുന്നുണ്ടോ? നമ്മൾ വിചാരിച്ച ലേണിംഗ് ഔട്ട്കം ശരിയായ രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നും കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നം നടക്കുന്നതിനെ കുറിച്ച് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ അറിയണം. അപ്പോൾ നമുക്ക് എന്താണ് വേണമെങ്കിൽ നമുക്ക് കുട്ടികളോട് നേരിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ അവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതിയിട്ട് എനിക്ക് തായൂ എന്നുള്ള രീതിയിൽ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉപകരണങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നോക്കൂ, 7 ഉപകരണങ്ങളാണ് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പഠിക്കാനായിട്ടുള്ളത്. ശോധകം, സംഭവ വിവരണ രേഖ, സഞ്ചിത രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ചോദ്യാവലി, മനഃശാസ്ത്ര ശോധകം. ചില എക്സാമുകൾക്ക് 3 ഉപകരണം തരും, പിന്നെ ഒരു ടെക്നിക്കും തരും. എന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഈ ഉപകരണവും ടെക്നിക്കും അതേപോലെ തന്നെ രീതികളൊക്കെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ ഏതൊക്കെയാണ് ഉപകരണം, ഏതൊക്കെയാണ് തന്ത്രങ്ങൾ എന്ന് ചിലപ്പോൾ നമ്മൾ തിരിച്ചു പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിൽ കൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ 7 ടൂൾസാണ് നമുക്ക് മെയിനായിട്ടും നോക്കാനുള്ളത്. ഇത് പഠിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു സൂത്രം പ്രയോഗിക്കാം അല്ലേ. ഏതാണ് ആ സൂത്രം? ശോഭ ഒന്നും സംഭവിക്കാത്ത പോലെ സഞ്ചിയെടുത്ത് നടന്നു. സഞ്ചി ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഒരു സ്കെയിലും കുറേ ചോദ്യങ്ങളും. ഓക്കെ, ഇതെന്താണ്? ഇതൊരു അക്രോസ്റ്റിക്സ് ആണ് അല്ലേ. നമുക്ക് ഉപകരണങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു അക്രോസ്റ്റിക്സ് ആണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇതിലിങ്ങനെ കാണാപ്പാഠം പഠിച്ച് നമുക്കതൊരു ബുദ്ധിമുട്ടാവില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സൂത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉപകരണങ്ങളുടെ പേരൊക്കെ നമുക്ക് സെറ്റായി. ശോഭ ഒന്നും സംഭവിക്കാത്ത പോലെ സഞ്ചി എടുത്ത് നടന്നു. സഞ്ചി ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഒരു സ്കെയിലും കുറേ ചോദ്യങ്ങളും. അപ്പോൾ ശോഭ എന്ന് പറയുന്നത് എന്താണ്? ശോധകം എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ശോഭ എന്ന് പറയുന്നത് എന്താണ്?
ശോഭ എന്നുള്ളത് ശോധകം എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വേറെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒന്നും സംഭവിക്കാത്ത പോലെ, സംഭവിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവ വിവരണ രേഖ. സംഭവിക്കാത്ത പോലെ സഞ്ചി എടുത്ത് നടന്നു. സഞ്ചി എന്ന് പറയുന്നത് സഞ്ചിത രേഖ. സഞ്ചി ചെക്ക് ചെയ്തപ്പോൾ, ചെക്ക് എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ്. അതിൽ ഒരു സ്കെയിലും കുറെ ചോദ്യങ്ങളും. സ്കെയിൽ എന്ന് പറയുന്നത് റേറ്റിംഗ് സ്കെയിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി കുറെ ചോദ്യങ്ങളും എന്ന് പറയുന്നത് ചോദ്യാവലി. ശോധകം എന്ന് പറയുമ്പോൾ അവിടെ ശോധകവും അതിനോടൊപ്പം നിങ്ങൾ എന്തും കൂടെ ഓർക്കണം? മനഃശാസ്ത്ര ശോധകം കൂടെ ഓർക്കണം. രണ്ടും വേറെ വേറെയാണ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഉപകരണങ്ങൾ ഓർത്തിരിക്കാനായിട്ടുള്ള സൂത്ര വഴി നമുക്ക് കിട്ടി അല്ലെ? എന്താണ്? ശോഭ ഒന്നും സംഭവിക്കാത്ത പോലെ സഞ്ചി എടുത്ത് നടന്നു. സഞ്ചി ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഒരു സ്കെയിലും കുറെ ചോദ്യങ്ങളും. ഏതൊക്കെ കിട്ടി നമുക്കപ്പോ? ശോഭ, ശോധകം, മനഃശാസ്ത്ര ശോധകം രണ്ടെണ്ണം അവിടെ തന്നെ കിട്ടി. സംഭവ വിവരണ രേഖ, സഞ്ചിത രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ചോദ്യാവലി. 7 ഉപകരണങ്ങൾ നമുക്കിവിടെ സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉപകരണങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം. ശോധകം, ടെസ്റ്റ് അല്ലെ? ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പലതരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വിശദീകരണം എന്തിനു ആവശ്യമില്ല? ടെസ്റ്റിന് ആവശ്യമില്ല. പരീക്ഷനിൽ നിന്നും വാചികമോ ലിഖിതമോ പ്രവൃത്തി രൂപത്തിലുള്ളതോ ആയ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്ന നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പരിശോധന ഉപകരണം. നമ്മൾ ഒരു പാഠഭാഗം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി സർവ്വസാധാരണമായിട്ട് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അവരോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ നമുക്ക് എന്താണ് അതിനുള്ള പ്രതികരണങ്ങൾ തരും. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറേ ക്വസ്റ്റ്യൻസ് ബോർഡിൽ എഴുതും. എന്നിട്ട് പറയും ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ വേഗം എഴുതിയിട്ട് എനിക്ക് തായോ, ഞാനത് നോക്കട്ടെ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അല്ലേ? ചില സമയത്ത് എന്താണ്? ചില ആക്ടിവിറ്റീസ് കൊടുക്കും ടീച്ചർ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും അറിയേണ്ടത്, അത് നമ്മൾ എന്ത് ചെയ്യാണ്? വാചികമോ അല്ലെങ്കിൽ ലിഖിതമോ പ്രവൃത്തി രൂപത്തിലുള്ളതായിട്ടുള്ള പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉപകരണം. ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതൊക്കെ എന്താണ്? ശോധകത്തിന് ഉദാഹരണമാണ്. സിദ്ധിശോധകം, അതുപോലെ തന്നെ നിദാന സിദ്ധിശോധകം. ഓക്കെ, ഇനി അടുത്ത ഉപകരണം എന്ന് പറയുന്നത് സംഭവ വിവരണ രേഖ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? സംഭവം കിട്ടും അല്ലേ? സാധാരണഗതിയിൽ സംഭവ വിവരണ രേഖയും അതുപോലെ തന്നെ സഞ്ചിത രേഖയും എപ്പോഴും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചു വയ്ക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സംഭവത്തെ വിവരിക്കുന്ന രേഖ, അതാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ഇനി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു പ്രത്യേക സംഭവത്തിന്റെ വിവരണമാണ് ഈ ഒരു റെക്കോർഡിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു അനക്ഡോട്ടൽ റെക്കോർഡിൽ 2 കോളങ്ങളാണ് ഉണ്ടാവുക. 2 കോളങ്ങൾ ഉള്ളതിലെ ആദ്യത്തെ കോളത്തിൽ നമ്മൾ എന്തെഴുതുന്നു? സംഭവം എന്താണെന്ന് എഴുതുന്നു. അടുത്ത കള്ളിയിൽ നമ്മൾ പ്രതികരണം എഴുതുന്നു. ഇങ്ങനെയാണ് എന്തുണ്ടാവുക? സംഭവ വിവരണ രേഖ ഉണ്ടാവുക. ഇപ്പോൾ ക്ലാസ് റൂമിൽ ഒരു 100 രൂപ മോഷണം പോകുന്നു, അതൊരു സംഭവമാണ് അല്ലെ? എന്നിട്ട് ഈ 100 രൂപ, ഇപ്പൊ അനു എന്ന് പറയുന്ന കുട്ടിയുടെ 100 രൂപയാണ് പോകുന്നത്. അനു നേരെ തന്നെ എന്ത് ചെയ്യും? നേരെ പോയി ടീച്ചറോട് പറയും, ടീച്ചർ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന 100 രൂപ കാണാനില്ല. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? നേരെ സ്റ്റാഫ് റൂമിൽ നിന്ന് ക്ലാസ്സിലേക്ക് വരും, എല്ലാവരോടും ചോദിക്കും. അപ്പൊ ഈ ഒരു സംഭവത്തിനോട് എല്ലാ കുട്ടികളും ഒരേ രീതിയിലാവില്ല പ്രതികരിക്കുക. ഓരോ കുട്ടികളും വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിക്കുക. ചില കുട്ടികൾ എന്ത് ചെയ്യും? വേഗം അവരവരുടെ ബാഗ് തുറന്നു നോക്കും. ചില കുട്ടികൾ എന്ത് ചെയ്യും? ഞാനൊന്നും എടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചില കുട്ടികൾ എന്താണ്? ടീച്ചറോട് പറയും, ടീച്ചറെ അത് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രത്യേക സംഭവത്തിനോട് കുട്ടി എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രേഖയാണ് സംഭവ വിവരണ രേഖ. ഇനി ഇതല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ 2 പേര് തമ്മിൽ തല്ലുകൂടാണ്.
അപ്പോൾ ഈ രണ്ടുപേര് തല്ലിടുമ്പോൾ ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും ഒരേപോലെ അല്ല പ്രതികരിക്കുക അല്ലേ. ചില കുട്ടികൾ എന്ത് ചെയ്യും, ഈ വഴക്കൊക്കെ കണ്ട് വളരെ ചിരിച്ച് കളിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. ചില കുട്ടികൾ വേഗം പോയിട്ട് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചറെ വിളിച്ചുകൊണ്ടിരും. ചില കുട്ടികൾ എന്ത് ചെയ്യും, രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നോക്കും. ഇതൊന്നും അറിയാത്ത വേറൊരു ചിലർ എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലെ ഒരു പ്രത്യേക സംഭവത്തിനോട് കുട്ടി എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതാണ് സംഭവ വിവരണ രേഖയിൽ എഴുതുന്നത്. ഇതൊരു ഇൻഫോർമൽ റെക്കോർഡാണ്, ഫോർമൽ ആയിട്ടുള്ളതല്ല, ഔപചാരികമായിട്ടുള്ള ഒരു രേഖയല്ല ഇത്, മറിച്ച് അനൗപചാരികമായിട്ടുള്ള ഒരു റെക്കോർഡാണ് സംഭവ വിവരണ രേഖ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഉപകരണമാണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. സഞ്ചി നമ്മളൊക്കെ എന്തിനു ഉപയോഗിക്കുക, നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് സഞ്ചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ സഞ്ചിത രേഖയും, ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ക്രമാനുഗതമായിട്ടുള്ള രേഖയാണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രമാനുഗതമായിട്ടുള്ള രേഖ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ടീച്ചർ എവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, സഞ്ചിത രേഖയിലാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. കുട്ടിയെ സൂക്ഷ്മമായി മൂല്യനിർണ്ണയം നടത്തുന്നത് ദീർഘകാലം നീണ്ട തുടർച്ചയായ പരിശോധനയിലൂടെ ആയിരിക്കണം അല്ലെ. ഒരു പ്രത്യേക സംഭവത്തിനോട് ഒരു കുട്ടി എങ്ങനെയാണ് പ്രതികരിച്ചത്, അവന്റെ പ്രതികരണം ഒട്ടും ശരിയായില്ല, അതുകൊണ്ട് അവന്റെ സ്വഭാവം ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ടീച്ചർക്ക് ഒരു അഭിപ്രായം പറയാനായിട്ട് പറ്റില്ല. ഇപ്പൊ മനുഷ്യന്മാരുടെ കേസാണ്, നമ്മളെല്ലാ സമയത്തും എന്താവില്ല, ഒരേപോലെയല്ല പ്രതികരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രതികരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കുട്ടിയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയാണ് സഞ്ചിത രേഖയുടെ പ്രാധാന്യം വരുന്നത്. സഞ്ചിത രേഖ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സഞ്ചിത രേഖ എന്ന് പറയുന്നത് ഫോർമൽ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ്, ഔപചാരികമായിട്ടുള്ള റെക്കോർഡാണ്. സഞ്ചിത രേഖയുടെ ഒരു ഭാഗമാണ് സംഭവ വിവരണ രേഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു സംഭവത്തിനുള്ള അല്ലെങ്കിൽ ഒരു സംഭവത്തിനോടുള്ള കുട്ടികളുടെ പ്രതികരണമാണ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ദീർഘകാലം നീണ്ട ഒരു പരിശോധനയുടെ ലഭിക്കുന്ന രേഖയാണ്. അവിടെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ടീച്ചർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സാൻമാർഗികവും സാമൂഹികവും ഭൗതികവും കായികവുമായ മേഖലകൾ ഉൾപ്പെട്ട സമഗ്ര വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സഞ്ചിത രേഖ തയ്യാറാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. സാധാരണഗതിയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഉപകരണമാണ് ചെക്ക് ലിസ്റ്റ്. ഇത് വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെക്ക് ലിസ്റ്റ്. എന്താണ്, എന്തോ ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിസ്റ്റ് അല്ലേ. ആ കാര്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ. അലക്ക് വസ്ത്രങ്ങളുടെ പട്ടിക എഴുതുന്ന രീതിയിൽ വ്യവഹാര രീതികൾ, നൈപുണ്യങ്ങൾ തുടങ്ങിയവ സൂചിപ്പിക്കുന്ന ഇനങ്ങൾ ക്രമമായി എഴുതി ചേർത്തുണ്ടാക്കുന്ന ഒരു പട്ടികയാണ് ചെക്ക് ലിസ്റ്റ്. നമ്മുടെ LP UP എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അലക്ക് വസ്ത്രങ്ങളുടെ പട്ടിക എഴുതുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നുള്ളത്. അത് നമ്മുടെ ചെക്ക് ലിസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ കുട്ടികളുടെ ഭാഗത്തു നിന്നും അറിയേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മൾ കൃത്യമായിട്ടുള്ള ഇനം തിരിച്ചെഴുതുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ 3 കോളങ്ങളാണ് ചെക്ക് ലിസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആനുവൽ ഡേ വരികയാണ്. അപ്പോൾ ആനുവൽ ഡേ വരുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ അറിയണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോളത്തിൽ എന്ത് എഴുതാണ്, ഇനം അല്ലേ, പാടാനുള്ള കഴിവ്. അടുത്തത് എഴുതുകയാണ് നമ്മൾ നൃത്തം ചെയ്യാനുള്ള കഴിവ്. ഇത്തരത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് അറിയേണ്ടത് അത് നമ്മൾ ആദ്യത്തെ കോളത്തിൽ എഴുതുന്നു. അതിനുശേഷം ഉണ്ട്, ഇല്ല. എന്നിട്ട് പാടാനുള്ള കഴിവ്, അനു എന്ന് പറയുന്ന കുട്ടിക്ക് പാടാനുള്ള കഴിവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടി പറയാൻ ഇല്ല ടീച്ചർ എനിക്ക് പാടാൻ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇല്ല എന്ന് ടിക്ക് ചെയ്തു. ഇനി അനു നിനക്ക് ഡാൻസ് ചെയ്യാനായിട്ട് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അനു പറയാണ് ടീച്ചർ ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പോൾ
ഉണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ വ്യവഹാര രീതികൾ അതല്ലെങ്കിൽ അവരുടെ സ്കില്ലുകളൊക്കെ അറിയാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് കുട്ടികൾക്കുള്ള കഴിവുകളും അവരുടെ പെരുമാറ്റ രീതികളൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ വിളിക്കാം? റേറ്റിംഗ് സ്കെയിലിനെ വിളിക്കാം. ഇവിടെ ചെക്ക് ലിസ്റ്റിൽ നമുക്ക് എന്തുമാത്രമേ പറ്റുന്നുള്ളൂ? കുട്ടികളുടെ കഴിവുകൾ അതല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ ജസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ റേറ്റിംഗ് സ്കെയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരുടെ കഴിവുകൾക്ക് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നത് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ പാടാനുള്ള കഴിവ് തൊട്ടപ്പുറത്ത് എന്തുണ്ടായിരിക്കും? നന്നായി പാടും, അതല്ലെങ്കിൽ പാടും, ആവറേജ് ലെവല്, ബിലോ ആവറേജ്, ഈ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? പല പല ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും അല്ലേ? റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണമാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 3 പോയിന്റ്, 5 പോയിന്റ്, 7 പോയിന്റ് ഒക്കെയാണ് റേറ്റിംഗ് സ്കെയിലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒറ്റ സംഖ്യയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു പ്രതിഭാസ ചരം ഏതളവിലുണ്ട് എന്ന് അറിയാൻ പറ്റുന്നത് റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കുമ്പോഴാണ്. ചെക്ക് ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പാടാനുള്ള കഴിവ് ചിലപ്പോൾ എന്താണ്? എനിക്ക് ചെറിയ രീതിയിൽ പാടാൻ അറിയും, ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ചിലപ്പോൾ ഞാൻ എന്തായിരിക്കും പറയാം? ഞാൻ പാടും എന്നുള്ള രീതിയിൽ പറയുന്നു. ഇനി അതേസമയം തന്നെ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ഒരു കുട്ടിയും എന്ത് തന്നെയാണ് പറയുക? പാട്ടൊക്കെ പഠിച്ചിട്ടുള്ള നല്ല രീതിയിൽ പാടുന്ന കുട്ടി എന്താ പറയുക? എനിക്കും പാടാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും കഴിവിലെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് നമുക്ക് എവിടെ അറിയാൻ പറ്റില്ല? ചെക്ക് ലിസ്റ്റിൽ അറിയാൻ പറ്റില്ല. അത് അറിയാൻ പറ്റുന്നത് റേറ്റിംഗ് സ്കെയിലിലാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഏതളവിലുണ്ട് ഒരു കഴിവ്, ഏതളവിലുണ്ട് എന്നറിയാൻ സാധിക്കുന്നത് റേറ്റിംഗ് സ്കെയിലിൽ കൂടെയാണ്. ഇനി നമ്മൾ പറഞ്ഞു ഒറ്റ സംഖ്യയാണ് സാധാരണഗതിയിൽ റേറ്റിംഗ് സ്കെയിലിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപഗ്രഥനത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റ സംഖ്യ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഉപകരണമാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ. ഇതെന്താണ്? ഇത് നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന ഒരു ഉപകരണമാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും അറിയേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കുന്നു, അത് കുട്ടികൾ കൊടുക്കുന്നു, കുട്ടികൾ അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ, റെസ്പോൺസസ് നമുക്ക് എന്ത് ചെയ്യുന്നു? ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുന്നു, അതല്ലെങ്കിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഉപകരണമാണ് ചോദ്യാവലി. നമ്മൾ ആനുവൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ ഭാഗത്തു നിന്നും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളോട് പറയും ഇരുന്ന് എഴുതിക്കോ എന്ന് പറയും അല്ലേ? അപ്പം ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അതാണ് ചോദ്യാവലി. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യങ്ങളാക്കി തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു രീതി. ഇത് തന്നെയാണ് അഭിപ്രായവലി എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി അവസാനത്തെ ഉപകരണമാണ് മനഃശാസ്ത്ര ശോധകം, സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഉപകരണം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടെസ്റ്റ് അല്ലെ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ടോ അത് കുട്ടികളുടെ ഭാഗത്ത് നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ടെസ്റ്റ്. അതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിന്. ഇവിടെ നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? മാനവ വ്യവഹാരങ്ങളിലെ തിരഞ്ഞെടുത്ത അംശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ലെ? ആ വക കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനഃശാസ്ത്ര ശോധകം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ താല്പര്യം, നമ്മുടെ മനോഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഉപകരണം ഏതാണ്? മനഃശാസ്ത്ര ശോധകമാണ്. ബുദ്ധിശോധകം, അഭിരുചി ശോധകം, താല്പര്യമാപിനി, ഇതൊക്കെയാണ് മനഃശാസ്ത്ര ശോധകത്തിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ? നമ്മൾ എന്താണ് പറഞ്ഞത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പഠന ഉപകരണങ്ങൾ 7 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്ര വഴിയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്താണ്? ശോഭ ഒന്നും സംഭവിക്കാത്ത പോലെ സഞ്ചി എടുത്ത് നടന്നു. സഞ്ചി ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഒരു സ്കെയിലും കുറേ ചോദ്യങ്ങളും. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഉപകരണങ്ങൾ കിട്ടി. ഈ ഒരു ക്ലാസ് കാണുന്നതോട് കൂടിയിട്ട് ഉപകരണങ്ങളെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സെറ്റായി. ഓക്കെ, ഇനി നമുക്ക്
അടുത്തത് എന്താണ്? തന്ത്രങ്ങൾ. അല്ലേ? നമ്മുടെ ടീച്ചർമാരാണെങ്കിലും നമ്മളാണെങ്കിലും എന്താണ്? ഭയങ്കര സൂത്രശാലികളാണ്. നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടി നമ്മൾ ചില ടെക്നിക്സ് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ തന്ത്രങ്ങൾ, ദത്തശേഖരണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്? പഠനത്തിന് വിധേയമാക്കുന്ന പ്രതിഭാസത്തെ ആഴത്തിൽ പരിശോധിച്ച് പഠനത്തിന് ആവശ്യമായ പുതിയ വിവരങ്ങളോ ദത്തങ്ങളോ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ മാർഗമാണ് ദത്തശേഖരണ തന്ത്രം. ഇതെന്താണ്? ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു തന്ത്രം, അല്ലെ? ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു മാർഗത്തിനെയാണ് നമ്മൾ ദത്തശേഖരണ തന്ത്രം എന്ന് പറയുന്നത്. ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റും. ഇനി അതിൽ തന്നെ ചില പഠന രീതികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ഇനി നമുക്ക് മെയിൻ ആയിട്ടും 4 തന്ത്രങ്ങളാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത്. തന്ത്രങ്ങൾ. ഈ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് പരിശോധന, അഭിമുഖം, സമൂഹമിതി, വിക്ഷേപണ തന്ത്രങ്ങൾ. അപ്പോൾ 4 തന്ത്രങ്ങൾ, 7 ഉപകരണം, 4 തന്ത്രങ്ങൾ. ഈ 4 തന്ത്രങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയ സൂത്രം പഠിച്ചാലോ നമുക്ക്? ഓക്കെ. പരിശുദ്ധനായ അഭി സമൂഹത്തിലെ ഒരു നിക്ഷേപകനാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ശോഭയുടെ കേസായിരുന്നു. ശോഭ ഉപകരണത്തിന്റെ ആളാണ്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് അഭിയുടെ കേസാണ്. പരിശുദ്ധനായ അഭി സമൂഹത്തിലെ ഒരു നിക്ഷേപകനാണ്. അപ്പോൾ പരിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? പരിശോധന. അഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖം. സമൂഹത്തിലെ, സമൂഹമിതി. നിക്ഷേപകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ഷേപണ തന്ത്രങ്ങളാണ് ഓർക്കേണ്ടത്. വിക്ഷേപണ തന്ത്രങ്ങൾ. 4 തന്ത്രങ്ങൾ കിട്ടിയല്ലോ. പരിശുദ്ധനായ അഭി സമൂഹത്തിലെ ഒരു നിക്ഷേപകനാണ്. അപ്പോൾ പരിശോധന വന്നു, അഭിമുഖം വന്നു, സമൂഹമിതി വന്നു, വിക്ഷേപണ തന്ത്രങ്ങൾ വന്നു. അപ്പോൾ 4 തന്ത്രങ്ങൾ കിട്ടിയല്ലോ. ശോഭേനെയും അഭിനെയും ഇനി എന്ത് ചെയ്യണം? കൂടെ കൂട്ടണം. ഓക്കെ. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും അറിയണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തന്ത്രമാണ് പരിശോധന എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് കുട്ടികൾ എന്ത് ചെയ്യണം? വാചികമായിട്ടോ ഓറലായിട്ടോ റിട്ടേൺ ആയിട്ടോ അതല്ലെങ്കിൽ പെർഫോമൻസ് ബേസിലോ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രതികരണങ്ങൾ തരുന്ന ഒരു രീതി. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇനി അഭിമുഖം, ഇന്റർവ്യൂ. നമ്മൾ ഇന്ന് എന്താണ് വളരെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇന്റർവ്യൂസ്, അല്ലെ? ഇവിടെ എന്താണ്? ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ആണ് വരുന്നത്. ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ലോങ് ഡിസ്റ്റൻസ് ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അതെവിടെയാണ് നമ്മൾ കാണുന്നത്? ഒരു 8 മണിക്ക് ശേഷം നമ്മുടെ ന്യൂസ് ചാനലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ലോങ് ഡിസ്റ്റൻസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? വാർത്ത വായിക്കുന്ന പെണ്ണെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരാൾക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങൾ ശേഖരിക്കുന്ന രീതി. അപ്പോൾ അഭിമുഖം എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം ആര് തമ്മിലാണ് വരുന്നത്? അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു കാര്യമാണ്, അല്ലെ? അവിടെ അധ്യാപകൻ എന്തൊക്കെ കാര്യങ്ങളാണോ അറിയേണ്ടത് അത് കുട്ടിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചറിയുന്നു. കുട്ടി അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ അധ്യാപകന് നൽകുന്നു. ഇവിടെ എന്താണ്? അധ്യാപകനും കുട്ടിയും നേരിട്ട് കണ്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്, അല്ലെ? ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരാളിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുട്ടി എങ്ങനെയാണ് മറുപടി പറയുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് വീക്ഷിക്കാൻ പറ്റും. അവൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, അവൻ പരുങ്ങുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി അതേസമയം തന്നെ അധ്യാപകൻ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ് കുട്ടിയോട്, മോനെ നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് പരീക്ഷയിൽ മാർക്ക് കുറവാണല്ലോ എന്ന് പറയുമ്പോൾ കുട്ടി എന്താണ്? ഇവിടെ അധ്യാപകനെ കാണുന്നില്ല. അപ്പോൾ കുട്ടിക്ക് എന്താണ്? പേടിയുടെ ഒന്നും ആവശ്യമില്ല. കുട്ടിക്ക് എന്താണോ പറയേണ്ടത് വേണമെങ്കിൽ നുണ പറയാം, കുഴപ്പമില്ല. പക്ഷെ നേരിട്ടിരുന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടിക്ക് നുണയും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ടീച്ചർ വേഗം പിടിക്കും. അപ്പോൾ ഈ രീതിയിൽ അഭിമുഖത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അധ്യാപകന് കുട്ടിയോട് ഗാഢമായ സാമീപ്യം ലഭ്യമാകുന്ന ശിശു പഠന തന്ത്രമാണ് അഭിമുഖം. അഭിമുഖം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഒരു കുട്ടിയുടെ ബിഹേവിയർ നേരിട്ട് നിരീക്ഷിക്കുകയും വിവരങ്ങൾ വാചികമായി ശേഖരിക്കുകയും ചെയ്യുന്നതാണ് അഭിമുഖം എന്ന് പറയുന്നത്.
ഓക്കെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അത് കുട്ടിയുടെ ഭാഗത്തു നിന്നും ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. ഓക്കെ, മൂന്നാമത്തേതാണ് സമൂഹമിതി. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്, സോഷ്യോമെട്രി. ഓക്കെ, അപ്പോൾ JL മൊറീനോയാണ് സോഷ്യോമെട്രി കൊണ്ടുവന്നിട്ടുള്ളത്. മൂപ്പരാണ് സോഷ്യോമെട്രിയുടെ ആള്, JL മൊറീനോ. ഇത് ഈ ഒരു തന്ത്രം നമ്മൾ പ്രയോഗിക്കുന്നത് ഒരു ഗ്രൂപ്പിനകത്തുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, സോഷ്യോമെട്രി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടി JL മൊറീനോ വികസിപ്പിച്ചെടുത്ത ഒരു തന്ത്രമാണ് സമൂഹമിതി. അപ്പോൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ്, അംഗങ്ങൾക്കിടയിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യോമെട്രി എന്ന് പറയുന്ന ഒരു തന്ത്രം ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഒരു തന്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിലെ സ്റ്റാർ ആരാണ്, ഇനി അതല്ലെങ്കിൽ മ്യൂച്വൽസ് ആരാണ്, ക്ലിക്സ് ആരാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ ആരാണ്, ഗാങ് ആരാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ഇതിലെ ക്ലിക്കുകൾ എന്ന് പറയുന്നതാണ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള റിലേഷൻഷിപ്പ്. ട്രയാങ്കിൾ ഷേപ്പിലുള്ള റിലേഷൻഷിപ്പാണ് ക്ലിക്സ് എന്ന് പറയുന്നത്. മ്യൂച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേര് തമ്മിലുള്ള ബന്ധം. ഇപ്പം സോഷ്യോമെട്രിയിൽ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ ടീച്ചർ ചോദിക്കും. ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് അതേ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ പേരുകളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം നോക്കുകയാണ്, നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം ആരോടൊപ്പം ചെലവാക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ പേരെഴുതും അല്ലേ. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് താല്പര്യം? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ 2 3 പേരുടെ പേര് നമ്മൾ എഴുതും. ഇനി നിങ്ങൾക്ക് ടീച്ചർ പറയുന്ന ഒരു കാര്യം മനസ്സിലായില്ല, അപ്പോൾ നിങ്ങൾ ആരുടെ അടുത്തു നിന്നാണ് നിങ്ങളുടെ സംശയം ദൂരീകരിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്ത് എഴുതും, ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിയുടെ പേര് എഴുതും അല്ലേ. പഠിപ്പി മാത്രമായി പോരാ, എന്ത് ചെയ്യണം, ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ആളും കൂടി ആവണം. അപ്പോൾ അയാളുടെ പേര് നമ്മൾ എഴുതും. അപ്പോൾ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ചോദ്യങ്ങളിൽ നിന്നും നമുക്ക് എല്ലാവരും, ഇപ്പം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് എല്ലാവരും ഒരാളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ആ ആളാണ് ക്ലാസ്സിലെ സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യത്തിനും ഉത്തരമായി വരാത്ത കുട്ടികളുണ്ടാവും, അവരാണ് ക്ലാസ്സിലെ ഒറ്റപ്പെട്ടവർ. ഇനി ചില ചോദ്യങ്ങൾക്ക് ഞാൻ അനുവിനെ സെലക്ട് ചെയ്തു, അനു എന്നെയും സെലക്ട് ചെയ്തു, ഇത്തരത്തിൽ ഞാൻ തിരിച്ചും അവൾ എന്നെയും തിരിച്ച് സെലക്ട് ചെയ്യുന്ന രീതി, അവരാണ് മ്യൂച്വൽസ് അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത്. ഇനി ക്ലിക്സ് എന്ന് പറയുമ്പോൾ അവിടെ 3 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറഞ്ഞു. ഗാങ് എന്ന് പറയുമ്പോൾ 4 അതിലധികമോ ഉള്ള കുട്ടികളുടെ ഒരു ബന്ധത്തിനെയാണ് നമ്മൾ ഗാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അറിയാൻ പറ്റുന്നത് സോഷ്യോമെട്രി എന്ന് പറയുന്ന ഒരു തന്ത്രം പ്രയോഗിക്കുമ്പോഴാണ്. JL മൊറീനോയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത തന്ത്രമാണ് വിക്ഷേപണ തന്ത്രങ്ങൾ, പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടി, അപ്പോൾ അവൻ്റെ വയസ്സെന്ന് പറയുന്നത് ഒരു 15-16 വയസ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവനിങ്ങനെ ഡ്രഗ്സോ അതല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അത് ടീച്ചേഴ്സിനോട് അതല്ലെങ്കിൽ വീട്ടുകാരോട് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറയില്ല അല്ലേ. അത്യാവശ്യം പ്രായം എത്തുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില രഹസ്യങ്ങൾ നമ്മൾ ഉള്ളിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് പ്രക്ഷേപണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ വിക്ഷേപണ തന്ത്രങ്ങൾ, പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത്. വ്യക്തിയിൽ നിന്നും നേരിട്ട് ശേഖരിക്കാനാവാത്ത ദത്തങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് വിക്ഷേപണ തന്ത്രങ്ങൾ. കുറേ തന്ത്രങ്ങളുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഇങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഈ പ്രക്ഷേപണ തന്ത്രങ്ങളുടെ പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചില സമയത്ത് ഒറ്റയാനെ കണ്ടുപിടിക്കാൻ പറയും, 3 പ്രക്ഷേപണ തന്ത്രങ്ങൾ തരും, ഒരെണ്ണം വേറെ എന്തെങ്കിലും തരും. അപ്പോൾ തന്നിട്ടുള്ളത് പ്രക്ഷേപണ തന്ത്രമാണെന്ന് അറിയണമെങ്കിൽ ഈ പേരുകൾ നിങ്ങൾ പഠിക്കണം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പിന്നെയും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഉത്തരം പറയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 തന്ത്രങ്ങളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്.
അല്ലെ? ഏതൊക്കെയാണ്? പരിശോധന പറഞ്ഞു, അഭിമുഖം പറഞ്ഞു, സാമൂഹ്യവിധി പറഞ്ഞു, വിക്ഷേപണ തന്ത്രങ്ങൾ പറഞ്ഞു. ഓർത്തിരിക്കാനായിട്ട് നമ്മളൊരു സൂത്രവാക്യം കൂടെ പറഞ്ഞു. എന്താണ്? പരിശുദ്ധനായ അഭി സമൂഹത്തിലെ ഒരു നിക്ഷേപകനാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ സെറ്റായി? ഉപകരണങ്ങൾ സെറ്റായി, തന്ത്രങ്ങൾ സെറ്റായി. ഇനി സെറ്റ് ആവാനുള്ളത് എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പഠന രീതികൾ, മെത്തേഡ്സ് അല്ലെ? ടൂൾസും ടെക്നിക്സും കഴിഞ്ഞു. ഇനി നമുക്ക് മെത്തേഡ്സ് നോക്കാം. മെയിൻ ആയിട്ടും 5 മെത്തേഡുകളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നത്. ആത്മപരിശോധനാ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ രീതി, ചികിത്സാ രീതി അല്ലേ? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, സർവേ മെത്തേഡ്, ക്ലിനിക്കൽ മെത്തേഡ്. ഇങ്ങനെ 5 മെത്തേഡുകളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. അപ്പോൾ ആദ്യം പഠിച്ച ടൂൾസ് 7 എണ്ണം, പിന്നെ പഠിച്ച ടെക്നിക്സ് എത്ര എണ്ണമായിരുന്നു? ടെക്നിക്സ് 4 എണ്ണം. ഇനി മെത്തേഡ്സ് എത്ര എണ്ണമാണ്? മെത്തേഡ്സ് എത്ര എണ്ണം വരുന്നുണ്ട്? യെസ്, 5 അല്ലേ? ഈ 5 മെത്തേഡ്സ് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കൊരു സൂത്ര വഴിയും കൂടെ നോക്കിയാലോ? നോക്കാം. ആത്മാവിനെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും ചികിത്സിക്കുന്നതാണ് സാറിൻ്റെ രീതി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പഠന രീതികൾ കിട്ടി അല്ലേ? ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മപരിശോധനാ രീതി, നിരീക്ഷിച്ച് നിരീക്ഷണ രീതി, ഇനി പരീക്ഷിച്ചും പരീക്ഷണ രീതി, ചികിത്സിക്കുന്നതാണ് ചികിത്സാ രീതി, സാർ എന്ന് പറയുന്നത് സർവേ രീതിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, രീതി എന്ന് പറയുമ്പോൾ രീതികളാണ് ഈ പറഞ്ഞത്. ആത്മാവിനെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും ചികിത്സിക്കുന്നതാണ് സാറിൻ്റെ രീതി. അപ്പോൾ ശോഭ, അഭി, ആത്മാവ്, ഈ 3 കൂട്ടരെയും മറന്നു പോവരുത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, എക്സാമിന് ചോദ്യം വരും. ഇനി നമുക്ക് നോക്കാം ഓരോന്നും. ആത്മപരിശോധനാ രീതിയിൽ നമ്മൾ അവനവൻ തന്നെ എന്ത് ചെയ്യുക? അവനവൻ്റെ ബിഹേവിയറിനെ കുറിച്ച് നടത്തുന്ന ഒരു അനാലിസിസ്, അതാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമുക്കറിയാം അല്ലേ, ഇപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് എന്നെ അറിയാവുന്ന ഒരാൾ ഈ ഭൂമിയിലില്ല. അതൊരു സത്യമാണ്. നമുക്ക് എത്രയൊക്കെ അടുത്ത കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നമ്മുടെ പാരൻസ് നമ്മളെ അറിയാം, നമ്മൾ അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ എന്നെ ഏറ്റവും നന്നായി അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. എനിക്ക് എപ്പോഴാണ് സങ്കടം വരുന്നത്, എനിക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത്, ഞാൻ എപ്പോഴാണ് നല്ല മൂഡിലായിരിക്കുന്നത്, ഇങ്ങനെ അവനവനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവനവന് മാത്രമേ നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ നടത്തുന്ന ഒരു പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി. വില്യം വൂണ്ടാണ് ഈ ഒരു രീതി കൊണ്ടുവന്നിട്ടുള്ളത്. വില്യം വൂണ്ടിനെ തന്നെ നമുക്കറിയാം അല്ലേ? സൈക്കോളജിയിലെ വില്യം വൂണ്ട് ഇല്ലെങ്കിൽ സൈക്കോളജി ഇല്ല എന്നൊരവസ്ഥയാണ്. കാരണം മൂപ്പരാണ് സൈക്കോളജിയുടെ ഫാദർ. അതുപോലെ തന്നെ പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ ഫാദറും വില്യം വൂണ്ട് തന്നെയാണ്. സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഒരു ലബോറട്ടറി ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത് വില്യം വൂണ്ടാണ്. അപ്പോൾ മൂപ്പരില്ലെങ്കിൽ സൈക്കോളജി ഇല്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ സത്യമാണ്. ഓക്കെ, അപ്പോൾ ഈ വില്യം വൂണ്ടാണ് ആത്മപരിശോധനാ രീതി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ രീതി എന്താണ്? നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് നടത്തുന്ന ഒരു പഠനം. പക്ഷേ ഈ രീതി എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പല പോരായ്മകളുണ്ട്. ഇപ്പോൾ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ, ഇവരെ അടുത്തൊന്നും ആത്മപരിശോധന രീതി ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് എന്താണ്, ശരിയായ രീതിയിൽ അവനവനെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവ്, മെച്യൂരിറ്റി ആ കുട്ടികൾക്ക് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആത്മപരിശോധനാ രീതി അപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ ഇതിന് വേറെ ഒരു വലിയൊരു പോരായ്മയുണ്ട്. അതെന്താണ്? നമ്മളെല്ലാവരും ഭയങ്കര സത്യസന്ധരായതുകൊണ്ട്, മനുഷ്യൻ ഭയങ്കര സത്യസന്ധരായതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാറില്ല? നമ്മുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ പുറത്തേക്ക് എടുക്കാറില്ല. നമ്മുടെ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ പുറത്തേക്ക് എടുക്കുള്ളൂ. അത് നമ്മൾ മോശക്കാരായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി അങ്ങനെയാണ്.
അവനെ എപ്പോഴും എന്താണ്, അവൻ ഏറ്റവും നല്ലതാണ് എന്ന് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തേ ചെയ്യുള്ളൂ, നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രമേ നമ്മൾ പുറത്തേക്ക് എടുക്കുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പോൾ ആത്മപരിശോധന രീതി ഒരിക്കലും എന്താവില്ല, ഒബ്ജക്റ്റീവ് ആവില്ല. സബ്ജക്റ്റിവിറ്റിയാണ് ആത്മപരിശോധന രീതിയിൽ കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത രീതിയാണ് നിരീക്ഷണ രീതി. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. എന്താണ്, ഞാൻ മറ്റൊരാളുടെ ബിഹേവിയർ നോക്കുന്നു, നിരീക്ഷിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെക്കുറിച്ച് ഞാൻ പഠനം നടത്തുന്ന രീതിയാണ് നിരീക്ഷണ രീതി. അധ്യാപകര് കുട്ടികളെ കുറിച്ച് പഠിക്കാനായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ക്ലാസ് റൂമിലെ കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കാറുണ്ട്. ചിലപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ വന്നിട്ട് കുട്ടികൾ എങ്ങനെയാണ് കളിക്കുന്നത്, അതല്ലെങ്കിൽ ഇവർ കൂട്ടം കൂടിയിട്ടാണോ കളിക്കുന്നത്, അതിലാരെങ്കിലും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നുണ്ടോ, ആരൊക്കെയാണ് വഴക്കുണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ നിരീക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുന്നത് വഴി കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ പ്രതികരണങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, അത് കൃത്യമായ രീതിയിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിരീക്ഷണ രീതിയുടെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ജെ.ബി. വാട്സൺ ആണ്. ജെ.ബി. വാട്സൺ ആണ് നിരീക്ഷണ രീതിയുടെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, സ്വാഭാവിക സാഹചര്യത്തിലെ വ്യക്തിയുടെ വ്യവഹാരത്തെ മറ്റു വ്യക്തികൾ പരിശോധിച്ചറിയുകയാണ് ഈ ഒരു രീതിയിൽ കൂടെ ചെയ്യുന്നത്. നിരീക്ഷണം, ഒബ്സർവേഷൻ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ, സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പോൾ വലിയൊരു ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ നമുക്കറിയണം, നമുക്ക് മുന്നിൽ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിലെ കുട്ടികളുടെ ബിഹേവിയറിനെ പറ്റി എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അത്യാവശ്യം എന്താ പറയുന്നത് ഇക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. അടുത്തതാണ് പരീക്ഷണ രീതി. പരീക്ഷണ രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്, നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി എക്സ്പെരിമെന്റൽ മെത്തേഡിൽ നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത് 2 വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ചോദക ചരവും ബന്ധപ്പെട്ട പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അതായത് പരീക്ഷണ രീതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ മോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ്. ഇനി എന്താണ് ഈ പരീക്ഷണ രീതി എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു 2 വേരിയബിൾസ്, 2 ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പരീക്ഷണ രീതിയിൽ കൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ആളുകൾ വണ്ണം വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വണ്ണം വെക്കാനായിട്ടുള്ള കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ വണ്ണം വെക്കുന്ന ശരീരപ്രകൃതമുള്ളവരായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ വണ്ണം വെക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ട് നമ്മൾ വണ്ണം വെക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതും നമ്മൾ ചിലപ്പോൾ വണ്ണം വെക്കാം. അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട് വണ്ണം വെക്കുന്നതിന്. ഇതിലെ ഏതെങ്കിലും ഒരു കാരണത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പരീക്ഷണ രീതിയാണ്. ബാക്കിയുള്ള കാരണങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ നമ്മളിവിടെ നോക്കുന്നില്ല, മറിച്ച് എന്താണ്, ഒരു കാരണത്തെക്കുറിച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പം ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം, ഫാസ്റ്റ് ഫുഡ് കുറേ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, വണ്ണം വെക്കും. അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ചാണ് എന്ത് നിൽക്കുന്നത്, നമ്മുടെ വണ്ണം വെക്കുന്ന കാര്യം നിൽക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, സ്വതന്ത്ര ചരമാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി വണ്ണം വെക്കുക എന്ന് പറയുന്നത് ആശ്രിത ചരമാണ് അല്ലേ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ചാണ് ആര് നിൽക്കുന്നത്, വണ്ണം നിൽക്കുന്നത്. ബാക്കിയുള്ള കാരണങ്ങളെ നമ്മൾ ഇവിടെ നോക്കുന്നില്ല. ആ വേരിയബിൾസ് ആണ് ഇൻ്റർവീനിങ് വേരിയബിൾസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ ഞാൻ പുതിയ ഒരു മെത്തേഡിൽ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. 2 ആഴ്ചയായിട്ട് ഞാൻ ഈ പുതിയ മെത്തേഡിൽ കൂടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ പുതിയ മെത്തേഡ് കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആണോ, അവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്ന് ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്കറിയണം. എന്നുണ്ടെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗമാണ് പരീക്ഷണ രീതി അല്ലേ. ഇവിടെ കുട്ടികൾ പഠിക്കാനായിട്ടുള്ള കാരണങ്ങൾ വേറെ ഇഷ്ടം പോലെയുണ്ട്. ചിലപ്പോൾ സിലബസ് അല്ലെങ്കിൽ പാഠഭാഗം എളുപ്പമുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ അവർ നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കാം, ഇനി അതല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നല്ല കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, അവർക്ക് ടെൻഷനൊന്നുമില്ല. ഇതൊക്കെ എന്താണ്, ഒരു കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന കാരണങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു കാരണമാണ് ടീച്ചർ, അതായത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ആ പുതിയ മെത്തേഡ്. എനിക്ക് ആ മെത്തേഡിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി,
അപ്പോൾ ആ മെത്തേഡും ഈ കുട്ടികളുടെ പഠനവും തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പഠനത്തിന് വിധേയമാക്കുന്നു. ഏതിൽ കൂടെയാണ്? പരീക്ഷണ രീതിയിൽ കൂടെ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മെത്തേഡ് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് കുട്ടികളുടെ പഠനം. അത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ എന്താണ്? ഇന്റർവീനിങ് വേരിയബിൾ ആണ്. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ കേട്ടറ്റ് എക്സാമിനും ഇപ്പം കഴിഞ്ഞിട്ടുള്ള സെറ്റ് എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണിത്. മോസ്റ്റ് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷണ രീതിയാണ്. അടുത്തതാണ് സർവേ രീതി. സർവേ രീതി നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് പഠിക്കണം, ഏതെങ്കിലും ഒരു ഫിനോമിനെ കുറിച്ച് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു. അതിനുശേഷം അത് ഏതൊക്കെ ആളുകളിൽ നിന്ന് നമുക്ക് അറിയണോ ആ ആളുകൾക്ക് ഈ ചോദ്യങ്ങൾ നൽകുന്നു. ആളുകൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് നൽകുന്നു. നമ്മൾ ഈ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി അതെന്ത് ചെയ്യാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇതാണ് സർവേ രീതി എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കിട്ടിയിട്ടുള്ള വിവരങ്ങളെ അപഗ്രഥിക്കുകയും അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ ഒരു ഗ്രൂപ്പിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് അറിയണം, ഒരു പ്രശ്നം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സർവേ രീതി എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വരുന്നതാണ് ചികിത്സാ രീതി എന്ന് പറയുന്നത്. ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മുടെ കുമ്പിടിയുടെ പോലെയാണ്. ഇത് പല തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പേരിലാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ചികിത്സാ രീതി, ക്ലിനിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ കേസ് ഹിസ്റ്ററി, കേസ് സ്റ്റഡി, ഏക വ്യക്തി പഠനം, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആള് ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചത് ചികിത്സാ രീതിയാണ്. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏക വ്യക്തി പഠനമാണ്. ഉത്തരം വന്നപ്പോൾ അത് ഏക വ്യക്തി പഠനമായി പോയി. ഇതെന്താ ടീച്ചർ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്താണ് തെറ്റ്. നമ്മൾ ഈ കുമ്പിടീനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ കുമ്പിടിക്ക് എന്താണ്? കുറേ പേരുകളുണ്ട്. ഒരേ സമയം തന്നെ എന്താണ്? പല രൂപത്തിലും ഉപകരണ കാണും. അതുപോലെ തന്നെയാണ് ചികിത്സാ രീതിയും. ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കേസ് സ്റ്റഡി, കേസ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ക്ലിനിക്കൽ മെത്തേഡ്, ഏക വ്യക്തി പഠനം. ഇനി ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരിൽ നിന്നും വെറൈറ്റി ആയിട്ട്, ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്ന ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്. എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, അല്ലേ? നമ്മുടെ ഈ ഹാർപ്പിക്കിൻ്റെ ഒക്കെ പരസ്യത്തിൽ നമ്മൾ ഹാർപ്പിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒന്നോ രണ്ടോ ജെയിംസ് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ ഈ ജെയിംസ് എന്താണ്? എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ ക്ലാസ് റൂമിലുണ്ടാവും ഇങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണം. അപ്പോൾ അവൻ എന്താണ്? എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നത്. എല്ലാവരോടും ചെയ്യാൻ പറയുന്ന കാര്യം അവൻ ചെയ്യില്ല, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യും. ഈ രീതിയിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി പെരുമാറുന്ന ഒരു കുട്ടി, അവന് ചിലപ്പോൾ എന്താണ്? ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവ അപ്പുറത്തോനെ തോണ്ടി ഇപ്പുറത്തോനെ തോണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടീനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ചികിത്സാ രീതി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ആ കുട്ടിയുടെ അക്കാദമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നോൺ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട്. അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇക്കണോമിക് സ്റ്റാറ്റസ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അവൻ്റെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവനെ മുന്നേ പഠിച്ചിട്ടുള്ള അധ്യാപകരുടെ അഭിപ്രായങ്ങൾ, ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ, ഇങ്ങനെ ആ കുട്ടീനെ നമ്മൾ എന്താണ്? ഒരു കേസായിട്ട് കണക്കാക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത് ക്ലാസ്സിൽ? അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ചികിത്സാ രീതി. ലെറ്റ്നർ വിമർ ആണ് ഈ ഒരു രീതി കൊണ്ടുവന്നിട്ടുള്ളത്. ലെറ്റ്നർ വിമർ. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. ചികിത്സാ രീതി ചികിത്സയാണ്. എന്തോ പ്രശ്നമുള്ള ആളുകൾക്കാണ് നമ്മൾ ചികിത്സ കൊടുക്കാറ്. അതുപോലെ തന്നെ അപസമായോജിതനോ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ചികിത്സാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? പഠന ഉപകരണങ്ങൾ കണ്ടു, തന്ത്രങ്ങൾ കണ്ടു, രീതികൾ കണ്ടു. ഉപകരണങ്ങൾ ശോഭയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇനി തന്ത്രങ്ങൾ കണ്ട സമയത്ത് അഭിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. രീതികൾ പറഞ്ഞ സമയത്ത് ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 3 സൂത്രവാക്യങ്ങളും മറന്നു പോവരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് പഠിക്കാനായിട്ടുള്ള സൂത്ര വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ ഒരു കേട്ടറ്റ് എക്സാം കഴിഞ്ഞു, ഇനിയും നമുക്ക് കേട്ടറ്റ് എക്സാം വരുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിഫിക്കേഷൻ വരുന്ന വരെ ഒന്നും കാത്തിരിക്കേണ്ട. ഇപ്പം തന്നെ കുറേശ്ശെ പഠിച്ചു തുടങ്ങിക്കോ. വലിയ ഒരു മല ഒറ്റ ട്രിപ്പിന് കയറുന്നതിനേക്കാൾ നല്ലത് എന്താണ്? പല തവണയായിട്ട് അത് കയറുന്നതല്ലേ.
അപ്പോൾ കേട്ടറ്റ് എക്സാമിനാണെങ്കിലും HSAക്ക് ആണെങ്കിലും സെറ്റിനാണെങ്കിലും LP-UP ഒക്കെ ആണെങ്കിലും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണിത്. അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ക്ലാസ്സിൻ്റെ രൂപത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് കൊടുക്കുക. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, അടുത്തൊരു സെഷനിൽ ആ ടോപ്പിക്ക് നമുക്ക് റിവൈസ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണണം. താങ്ക് യു.